നമസ്കാരം. ഗോവിന്ദച്ചാമി എന്ന ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഒരു പ്രതികരണം കേട്ട് അറിയാതെ ചിരിച്ചുപോയി. സ്വാഭാവികമായിട്ട് ഏതൊരു വ്യക്തിക്കും അപ്രതീക്ഷിതമായിട്ട് ഒരു മന്ത്രിയുടെ മറുപടി കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടെങ്കിൽ എത്രമാത്രം കൃത്യമായിട്ടുള്ള ഒപ്പം ഒരു പരിഹാസമുള്ള മറുപടിയാണെന്ന് പറയേണ്ടി വരികയാണ്. മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട യോഗത്തിന് പോകുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് മാധ്യമങ്ങൾ പാഞ്ഞു ചെന്ന് അദ്ദേഹത്തിനോട് ഗോവിന്ദച്ചാമിയുടെ കാര്യം ചോദിച്ചത്. ഓർക്കുക, ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ്, അതായത് ഈ സ്കൂളിന്റെ സമയപരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ്, അതിൽ പ്രതിഷേധം ഉയർത്തുന്നവരുമായിട്ട് ആശയ സംവാദം നടത്തുന്നതിന് മുന്നോടിയായിട്ട് ഇവർ പാഞ്ഞു ചെല്ലുന്ന കണ്ടപ്പോൾ മന്ത്രി തന്നെ ഞെട്ടി. എന്നിട്ട് ചോദ്യം കേട്ടു. പറഞ്ഞ മറുപടി കേട്ടെ. ഒരു സുരക്ഷാ വീഴ്ചയില്ല. എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ട് കാര്യമല്ല. ഗോവിന്ദസ്വാമി കേരളത്തിലെ സ്കൂളുകളിലൊന്നും പഠിക്കുന്നില്ലല്ലോ. അതെ, ഗോവിന്ദസ്വാമി ഇവിടുത്തെ ഏതെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന ആളാണെങ്കിൽ അതിൽ ഞാൻ മറുപടി പറയായിരുന്നു. അതിൽ സുരക്ഷാ വീഴ്ചയുണ്ടെന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു ക്രിമിനൽ ചെയ്യാൻ തീരുമാനിച്ചാൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതിനെ പർവ്വതീകരിക്കുകയാണ്. അതായത് ഈ നമ്മൾ ആലോചിച്ചാൽ മതി, 7ഓളം കൊലപാതകം ചെയ്തിരുന്ന റിപ്പർ ജയാനന്ദൻ മുമ്പ് ജയിലിൽ ചാടുന്ന സാഹചര്യമുണ്ടായി. അതായത് അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ചാടിപ്പോകുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ ഇദ്ദേഹവും കഴിഞ്ഞ കുറെ കാലമായിട്ട് പരിശീലിച്ചു. ഉദ്യോഗസ്ഥർ അവിടെ ചില കാര്യങ്ങളിൽ കൃത്യമായിട്ട് മോണിറ്റർ നടത്താത്തതിന്റെ വീഴ്ചയിൽ സംഭവിച്ചാണ്. അതിന് വിദ്യാഭ്യാസ മന്ത്രി എന്ത് മറുപടി പറയാൻ? വിദ്യാഭ്യാസ മന്ത്രി മറ്റൊരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ നേരെ കോലം നീട്ടിട്ട് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം, സുരക്ഷാ വീഴ്ച ഉണ്ടോന്ന്. സ്കൂളിൽ എപ്പോഴും എടുപ്പിക്കുന്ന പിള്ളേരുടെ കാര്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം ചോദിച്ചാൽ മനസ്സിലാക്കാം. ഇത് ഗോവിന്ദച്ചാമിയുടെ വിഷയം പോലും മാധ്യമങ്ങൾക്ക് രാവിലത്തെ വാർത്താ കച്ചവടത്തിന് വേണ്ടി മന്ത്രിമാർ എല്ലാവരും പ്രതികരിച്ചേ മതിയാവുള്ളൂ. ഞങ്ങളുടെ ഈ ടൈം എങ്ങനെയെങ്കിലും തള്ളിക്കൊണ്ട് പോകാനായിട്ട് ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും പറയിക്കണം എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ഉന്നയിച്ചത്. സ്വാഭാവികമായിട്ട് ഒരു പ്രധാനപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്ന മന്ത്രിയുടെ അടുത്ത് പാഞ്ഞ് നിന്ന് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആരായിരുന്നാലും, ഇപ്പൊ വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിൽ മനസ്സിലാക്കാം. ഇതിപ്പോ വകുപ്പേ അല്ല, വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നെങ്കിൽ ഞാൻ അതിൽ മറുപടി പറയായിരുന്നു. ഗോവിന്ദച്ചാമി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലാത്തതുകൊണ്ട് എനിക്ക് അതിന് മറുപടി പറയേണ്ട കാര്യമില്ല. എത്ര കൃത്യമായിട്ടുള്ള, എന്നാൽ ആ മറുപടി എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് എവിടെയും ചെന്ന് ഈ കോല് നീട്ടുന്നവർക്കുള്ള ഒരു കൃത്യമായിട്ടുള്ള പരിഹാസ രൂപേണയുള്ള മറുപടിയാണ്. ആ മറുപടി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റായി മാറിയിട്ടുണ്ട്. വളരെ ശാന്തമായും വളരെ സരസമായിട്ടും ഇങ്ങനെ ട്രോളി വിട്ടുകൊടുക്കുക എന്ന് പറയുന്നതും ഒരു കഴിവാണ്. ഒരു സുരക്ഷാ വീഴ്ചയില്ല. എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ട് കാര്യമല്ല. ഗോവിന്ദസ്വാമി കേരളത്തിലെ സ്കൂളുകളിലൊന്നും പഠിക്കുന്നില്ലല്ലോ. ഇതൊക്കെ കേട്ടിട്ട് മനസ്സിലാക്കുക, എല്ലാ ചോദ്യത്തിനും ഈ നാട്ടിൽ എല്ലാവരും മറുപടി പറയേണ്ട കാര്യമില്ല. മന്ത്രിമാർ പോണ വഴിയിൽ ചെന്നിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വളച്ചൊടിച്ച് വിവാദം കൂടിയാക്കുക. ഇന്ന മന്ത്രി ഇങ്ങനെ പറഞ്ഞേ, അതായത് കേൾക്കുന്നവന് തോന്നുന്ന കാര്യം യാഥാർത്ഥ്യമായിട്ട് ബന്ധമുണ്ടാകില്ല. പറയുന്ന ആൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതായിരിക്കില്ല കേൾക്കുന്നവന്റെ ചെവി പതിയുന്നത്. അവൻ അതിനെ അടുത്തൊന്ന് വളച്ചൊടിക്കാൻ പറ്റുമോ എന്ന് കരുതുകയാണ്. വേണമെങ്കിൽ ഇതാ ഗോവിന്ദച്ചാമിയെ ന്യായീകരിച്ച് മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിലെ കുട്ടിയൊന്നും അല്ലല്ലോ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ജയിൽ ചാട്ടത്തെ ന്യായീകരിച്ചൊന്നും വേണമെങ്കിൽ ഇവർക്ക് വളച്ചൊടിക്കാം. പക്ഷെ എന്തായിരുന്നാലും ഇത്തരം ചോദ്യങ്ങളെയൊക്കെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നതിനെ കുറിച്ച് മന്ത്രി വി ശിവൻകുട്ടി കാട്ടിയ മാതൃക അത് അഭിനന്ദനാർഹമാണെന്ന് പറയേണ്ടി വരികയാണ്.